ഡോക്ടർ, എൻ്റെ സമയമായില്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ? നിങ്ങൾ ആരാ? മനസ്സിലാവുന്നില്ലല്ലോ. ഞാനാരാ? അന്ന് ഫോണിലൂടെ ചാറ്റിംഗ് തുടങ്ങി. ആ ബന്ധം വളർന്നു. പിന്നെ ചാറ്റിംഗ് നിർത്തി സംസാരമായി. എപ്പോഴെല്ലാം എത്ര നേരം എന്നൊന്നും അറിയില്ല. ഒരുപാട് നേരം സംസാരിച്ചു. അതിനിടയിലായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ കണ്ടുമുട്ടൽ. പിന്നീട് ഒരുമിച്ച് യാത്രകൾ ചെയ്തു. ഓരോ യാത്രയും ഓരോ വികാരങ്ങളായിരുന്നു. എപ്പോഴും അവനൊപ്പം ഉണ്ടാകണമെന്ന് ഞാൻ കൊതിച്ചു. ഹായ് നിസു. ഹായ് ജിത്തു. ഞാനിന്ന് റിസോർട്ടിലേക്ക് വരുന്നുണ്ട്. എപ്പോ? വന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴോ? ഞാൻ നൈറ്റിലെത്തും. നമുക്ക് രാവിലെ കാണാം. ആ, കാണാം. അതെ, ഞാൻ ഡ്രൈവിങ്ങിലാ. പിന്നെ വിളിക്കാം. ഓക്കെ ബൈ. ഇന്നിനി വേണ്ട. പിന്നെ മരുന്നുണ്ട് കേട്ടോ. സുനിൽ, ഇത് നിങ്ങളുടെ രണ്ടാം ജന്മമാണ്. അറിയാലോ, ഇനിയൊരു ജന്മം നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് ജീവിക്കുക. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓൾ വെൽ? കയറി വാ. നമസ്കാരം. വരൂ. സർ. യെസ്. ഇരിക്കൂ. ഇരിക്കൂ.
ആ ആ എന്തായിരുന്നു? സാറേ, ഇത് ഷിബിൻ 4-5 ദിവസമായിട്ട് ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു. ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഒരു പാവപ്പെട്ട കുടുംബമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഡിസ്കൗണ്ട് തരണം. ബില്ലായി എന്ന് പറഞ്ഞോ? ആ, ബില്ലായി. ഇത് നമ്മൾ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഒരു മിതമായ നിരക്കാണ് നമ്മൾ എല്ലാ കാര്യത്തിലും ഫീസ് വാങ്ങിക്കുന്നുള്ളൂ. ഞങ്ങൾ തന്നെ കളക്ഷൻ എടുത്ത് കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നോക്കാം, ഞാൻ നോക്കിയിട്ട് ചെയ്യാം. കൗണ്ടർ പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ സാർ. ശരി സാർ. വാ. Yes, come in. Sir? Sir, I just visited the patient in room 23. She is deteriorating. This is her file. Tell me the details. Her oxygen saturation is not maintaining. With oxygen, it's at 80%. Her BP is low. Pulse is around 52. She is also in mild respiratory distress. So it's a critical case? Yes, sir. Are you informed the relatives? I didn't see anybody else, sir. Come on. Okay. You carry on. ഒന്ന് മാത്രമേ ഞാൻ ജിത്തുവിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. നിക്ക്, ഇനിയെങ്കിലും നിർത്തിക്കൂടെ? ഞാൻ ചെല്ലാന്ന് പറഞ്ഞു. പോകാതിരുന്നാൽ പിന്നെ വണ്ടിയോ? വേണ്ട, കാറ് വരും. പോവാം. ഹായ്. ആ, ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടല്ലേ? ഒരുപാട് പ്രാവശ്യം. വരൂ. ഫ്രഷ് ആവാം. ഞാൻ ഫ്രഷ് ആയതാ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ കൂടെ വന്നാലോ? ഹേയ്.
പറ്റിയടോ? ഒട്ടും ഇഷ്ടമില്ലാതെയാണോ ഇതെല്ലാം ചെയ്യുന്നത്? നിങ്ങളിതുവരെ പോയില്ലേ? ജിത്തു, ഞാൻ വീണ്ടും ചോദിക്കുക, നീ ആരോടാണ് പ്രതികാരം ചെയ്യുന്നത്? നിന്റെ ശരീരത്തോടോ അതോ നിന്റെ മനസ്സിനോടോ? അല്ലാതെ നീ ആർക്കെതിരാണോ അവരിതറിയുന്നുണ്ടോ? നിന്റെ ശരീരം തേടി വരുന്ന അവർക്കതിൻ്റെ ആവശ്യമില്ല. അവർക്ക് നിന്റെ ശരീരം മാത്രം മതി. നിങ്ങളും ആ ശരീരം തേടി വന്ന ആളല്ലേ? ശരിയാണ്, ഞാനും അവളുടെ ശരീരം തേടി പോയതാണ്. പക്ഷേ എനിക്കങ്ങനെ ഒരു വികാരം അവളോട് തോന്നിയില്ല. പിന്നീട് ഞാൻ അറിഞ്ഞു, തൻ്റേത് മാത്രമെന്ന് പറഞ്ഞ് അവളുടെ ഉള്ളിൽ ബീജം നിക്ഷേപിച്ചൊരാൾ, പിന്നീട് ഒരിക്കലും അവളുടെ അരികിലെത്താത്തൊരാൾ. അത് നിങ്ങളായിരുന്നു. അവളുടെ ശരീരം ഓരോരുത്തർക്കായി കാഴ്ചവെക്കുമ്പോൾ അത് നിങ്ങളോടുള്ള പ്രതികാരമായിരുന്നു. അവളെ തിരുത്താൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അന്നു മുതൽ ഞാൻ നിങ്ങളെ തേടിയിറങ്ങി. നിങ്ങളെ കണ്ടെത്തിയ ഞാൻ പ്രിയ എന്ന പെൺകുട്ടിയുടെ ലോക്കൽ ഗാർഡിയനാക്കി. അങ്ങനെ നിങ്ങളറിയാതൊരച്ഛൻ്റെ കടമ നിർവഹിക്കുകയായിരുന്നു. Adrenaline. Fast. ഉപരിപഠനം കഴിഞ്ഞ് നാട്ടിലെത്തിയ ഞാൻ ആദ്യം അന്വേഷിച്ചത് ജിത്തുവിനെയാണ്. എങ്ങോട്ട് പോയെന്നോ എങ്ങനെ ജീവിക്കുന്നുവെന്നോ എനിക്കറിയാൻ കഴിഞ്ഞില്ല. ജോലി തിരക്കിനിടയിലും യാത്രയിലും ആൾക്കൂട്ടങ്ങൾക്കിടയിലും എൻ്റെ കണ്ണുകൾ ജിത്തുവിനെ തേടി. എന്നോടുള്ള വാശി തീർക്കാൻ അവൾ അവളുടെ ശരീരം മറ്റു പലർക്കും പങ്കുവച്ചപ്പോൾ ഞാൻ മറ്റൊരു പെണ്ണിനെയും തേടിപ്പോയില്ല. ആ ഇടയ്ക്കാണ് ഒരു പെൺകുട്ടിയുടെ കാര്യം നിങ്ങൾ എന്നോട് പറയുന്നത്. അതെനിക്കൊരു ആശ്വാസമായി തോന്നി. അന്നു മുതൽ അവൾ എനിക്ക് സ്വന്തം മോളായിരുന്നു. വഴുക്കിൽ വീഴുന്നത് ജീവിതങ്ങളല്ല, മനുഷ്യരാണ്. അന്നൊരു വാക്ക് എൻ്റെ ജിത്തുവിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ജിത്തു ഇന്ന് എൻ്റെ കൂടെ ഉണ്ടാവുമായിരുന്നു. പ്രിയയുടെ പേഷ്യൻ്റ് എൻ്റെ ജിത്തുവാണ്. നിന്റെ അമ്മ. ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ ഒരുപാട് സമയമെടുക്കും. മോള് മുത്തശ്ശാന്ന് വിളിച്ച ഒരാളില്ലേ, അത് ഞാനാണ്. എനിക്ക് ജിത്തുവിനെ കാണണം.